അടുത്ത എഴുതിക്കോ. ഒന്നാമത്തെ നമ്പർ ഇട്ടിട്ട് കോൺസെൻട്രേഷൻ ഓഫ് ഓർ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. കോൺസെൻട്രേഷൻ ഓഫ് ഓർ ഓർ കോൺസെൻട്രേഷന് വേറൊരു പേരുണ്ട്, എൻറിച്ച്മെന്റ് ഓഫ് ഓർ എന്നും പറയും. എൻറിച്ച്മെന്റ് ഓഫ് ഓർ എന്നും പറയും. അപ്പൊ അതിനകത്ത് ഓർസ് മൈൻഡ് ഫ്രം the earth are usually contaminated with large amount of impurities such as soil, sand, limestone etc. അതായത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത നമ്മൾ ഓറില്ല, ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞായിരുന്നു, അലൂമിനിയത്തിന്റെ കണ്ടന്റ് ഉള്ള കുറെ മിനറലുകളുണ്ട്. ക്ലേ ഉണ്ട്, ക്രയോലൈറ്റ് ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് ബോക്സൈറ്റ് ഉണ്ട്. അതിൽ നമ്മൾ ഒരെണ്ണത്തിനെ മാത്രമേ ഓറായിട്ട് സെലക്ട് ചെയ്യത്തുള്ളൂ അല്ലേ. അങ്ങനെ ഓറായിട്ട് സെലക്ട് ചെയ്ത ആ ഒരു മിനറലിനകത്ത് കുറെ ഇമ്പ്യൂരിറ്റീസ് കാണും. ആ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ആ ഇമ്പ്യൂരിറ്റീസിന്റെ വേറെ പേര് ഗാങ് എന്ന് പറയും. ഓക്കെ ആണല്ലോ. എക്സെട്ര ബാക്കിയിട്ട് എഴുതി. ആൻഡ് ഈസ് കോൾഡ് gang, GANGUE, gang. The impurities must be removed from the ore or prior to the extraction of metal. Extraction of metal. The process used for removing gang are based on difference between physical or chemical properties of gang and ore. അതായത് ഏത് പ്രോസസ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഓറിൽ നിന്ന് ഗാങ്കിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത് എന്നുള്ളത് ആ ഓറിന്റെയും ഗാങ്കിന്റെയും ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് അനുസരിച്ചിരിക്കും. ഇപ്പം ഡെൻസിറ്റി കൂടിയ അല്ലെങ്കിൽ ഗാങ് വളരെ ഡെൻസിറ്റി കുറഞ്ഞതും ഓർ നല്ല സ്ട്രോങ്ങും ആണെങ്കിൽ അതിനനുസരിച്ചൊരു മെത്തേഡ് ഉണ്ട്. ഇനിയും ഓർ വളരെ ഡെൻസിറ്റി കുറവും ഗാങ്കിന് കട്ടി കൂടുതലാണ്, അതിന് വേറൊരു മെത്തേഡ് ഉണ്ട്. അപ്പൊ അങ്ങനെ പല മെത്തേഡ് ഉണ്ട്. അപ്പൊ ആ മെത്തേഡ് ജസ്റ്റ് ഒന്ന് പിന്നെ നമുക്ക് മെൻഷൻ ചെയ്യാം. ഡിഫറെന്റ് ഒരു ലൈൻ വിട്ടിട്ട് ഡിഫറെന്റ് സെപ്പറേഷൻ ടെക്നിക്സ് ആർ accordingly employed. Some of them are hydraulic washing, levitation, magnetic separation and leaching. ഇങ്ങനെ പല മെത്തേഡ് വഴിയാണ് നമ്മൾ ഈ ഗാങ്കിനെ ഓറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്.
അപ്പം അത് കഴിഞ്ഞു. അപ്പം നമ്മുടെ കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്താന്ന് പറയുന്നത്, അതായത് നമുക്ക് കിട്ടുന്ന മിനറൽ നമ്മൾ സെലക്ട് ചെയ്ത ഓറിനകത്ത് കുറേ ഇമ്പ്യൂരിറ്റീസ് കാണും. ആ ഇമ്പ്യൂരിറ്റീസിനെ ഗ്യാങ് എന്ന് വിളിക്കുന്നു. ആ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ അഥവാ എൻറിച്ച്മെന്റ് ഓഫ് ഓർ എന്ന് പറയുന്നത്. അത് ഈ ഗ്യാങ്ങിന്റെയും ഓറിന്റെയും സ്വഭാവ സവിശേഷതകൾ നോക്കിയിട്ട് പല ടെക്നിക്സ് നമ്മൾ എംപ്ലോയ് ചെയ്യുന്നു. മാഗ്നറ്റിക് സെപ്പറേഷൻ, ലിവിഗേഷൻ, ഹൈഡ്രോളിക് വാഷിംഗ് പോലെയുള്ള ലീച്ചിങ് പോലെയുള്ള സെപ്പറേഷൻ ടെക്നിക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഇനി രണ്ടാമത്തേത് കൺവേർഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ഓർ into metal. Concentrated ore into metal. Conversion of concentrated ore into metal. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ വരച്ച സാധനം ഞാൻ ഒന്നുകൂടെ വരയ്ക്കാൻ പോവാണേ. അതായത് ഹെഡിങ് കൊടുക്കുന്ന ഒരു ടേബിൾ പോലെ മെറ്റലും മെത്തേഡ് ഓഫ് എക്സ്ട്രാക്ഷൻ മെത്തേഡ് ഓഫ് എക്സ്ട്രാക്ഷനും മെറ്റലും. അപ്പൊ മെറ്റൽ ഞാൻ പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം ഇത്രയും ആൾക്കാരെ സെപ്പറേറ്റ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറയുമ്പോൾ ഇലക്ട്രോലിസിസ് അത് നമ്മൾ കഴിഞ്ഞ ദിവസം എഴുതിയായിരുന്നു, ഒന്നുകൂടെ എഴുതിക്കോ. ഇലക്ട്രോലിസിസ് ഓഫ് അതിന്റെ, അതായത് ആ സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും കാൽസ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും മോൾട്ടൺ ക്ലോറൈഡ്സോ അല്ലെങ്കിൽ അതിന്റെ ഓക്സൈഡുകളെയോ നമ്മൾ ഇലക്ട്രോലിസിസ് ചെയ്യും. ഇലക്ട്രോലിസിസ് ഓഫ് their മോൾട്ടൺ ക്ലോറൈഡ് ഓർ ഓക്സൈഡ്സ്. അതിന്റെ ഒന്നെങ്കിൽ Al2O3 അതിനെ ഇലക്ട്രോലിസിസ് ചെയ്യും, അല്ലെങ്കിൽ AlCl3 അതിനെ ഇലക്ട്രോലിസിസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എന്താണ് അലൂമിനിയത്തിനെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരെല്ലാം സെപ്പറേറ്റ് ചെയ്തെടുക്കും. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞായിരുന്നു സിങ്ക്, അയണ്, ലെഡ്, കോപ്പർ ഇത്ര ആൾക്കാരെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് റിഡക്ഷൻ വഴിയാണ്. റിഡക്ഷൻ വിത്ത് കാർബൺ ആണ്. ഇനി ഈ സിയുനെ വേറൊരു മെത്തേഡും കൂടി, CuHg ഇവരെ രണ്ടുപേരെയും നമ്മൾ ഹീറ്റിംഗ് their sulfide in air, heating their sulfides അതിന്റെ സൾഫൈഡ്സ് ആണ് കോപ്പർ സൾഫൈഡും മെർക്കുറിക് സൾഫൈഡ്സ് ഇൻ എയർ. കോപ്പറിനെ കാർബണുമായിട്ട്, അതായത് സൾഫൈഡ് ഫോമിലുള്ള കോപ്പറിനെയാണ് നമ്മൾ എയറിൽ ഹീറ്റ് ചെയ്യുന്നത്. അല്ലാത്ത ഫോമിലുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യും, കാർബൺ വെച്ചിട്ട് റിഡക്ഷൻ നടത്തും. അത് മുകളിൽ തന്നിട്ടുണ്ട്. ഇനി Ag, Au, Pt ഇവരെല്ലാം ഫ്രീ സ്റ്റേറ്റിൽ ഫൗണ്ട് ഇൻ നേറ്റീവ് സ്റ്റേറ്റ്. പിന്നെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ എഴുതി, അത്രയും സ്പേസ് വിടണം. ഇത്രയും കാര്യങ്ങൾ 2 പേജ് വിടേണ്ടി വരും. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ ഓരോ എക്സ്ട്രാക്ട്, അതായത് കൺവേർഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ഓർ ഇൻറ്റു മെറ്റൽ നമ്മൾ പ്യൂരിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന, അതായത് ശരിക്കും ഇനി വീണ്ടും ഒരു പ്യൂരിഫിക്കേഷൻ ഉണ്ട്. ആദ്യത്തെ പ്യൂരിഫിക്കേഷൻ, അതായത് ഗ്യാങ് പാർട്ടിക്കിളിനെ റിമൂവ് ചെയ്തിട്ട് ബാക്കി വരുന്ന ആ ഓറിനെ നമ്മൾ കോൺസെൻട്രേറ്റഡ് ഓർ എന്ന് പറയും. അപ്പം അതിനെ എന്താണ് ഇനി നമ്മൾ എന്താക്കാൻ പോവാ, അതിനെ നമ്മൾ മെറ്റൽ ആക്കാനായിട്ട് പോവാം. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇവിടെ A എന്ന് എഴുതിയിട്ട് extracting metals low in activity series. അതായത് ആക്ടിവിറ്റി സീരീസിൽ ഏറ്റവും താഴെയുള്ള ആൾക്കാരെ എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ നോക്കിയോ,
metals low in activity series are very unreactive the oxides of these metals can be reduced to metal by heating alone ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, അതായത് അവർ അൺറിയാക്റ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ അവർ മിക്കവാറും ഒരു ഓക്സൈഡ് ഫോമിലായിരിക്കും കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ആ ഓക്സിജൻ അതിനകത്തുനിന്ന് എടുത്ത് മാറ്റിയാൽ മതി. ഓക്സിജൻ മാറ്റുന്ന പരിപാടിക്ക് നമ്മൾ എന്തോ പറയുന്നത്, റിഡക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പം ജസ്റ്റ് ചൂടാക്കി കഴിഞ്ഞാൽ അതിനകത്ത് റിഡക്ഷൻ നടന്നിട്ട് അത് എന്ത് ചെയ്യും, അതിനകത്തുനിന്ന് ഇത് മാറിപ്പോവും. അതിനകത്ത് ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്, എക്സ്ട്രാക്ഷൻ ഓഫ് മെർക്കുറി. അതിനകത്ത് ഒന്നെന്ന് എഴുതിയിട്ട് എക്സ്ട്രാക്ഷൻ ഓഫ് മെർക്കുറി. എക്സ്ട്രാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. extraction of mercury metal can be extracted mercury metal can be extracted just by heating its sulfide ore in air. അപ്പം മെർക്കുറി മിക്കവാറും അത് അതിന്റെ സൾഫൈഡ് ഫോമിലായിരിക്കും കാണപ്പെടുന്നത്. അതിനെ നമ്മൾ എയറിൽ ജസ്റ്റ് ഹീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അതെന്തായിട്ട് മാറും, അത് നോക്കിക്കോണം എങ്ങനെയാണ്. മെർക്കുറി അതിന്റെ സൾഫൈഡ് ഫോമിലായിരിക്കും കാണപ്പെടുന്നത്, HgS, അതായത് സോളിഡ് സ്റ്റേറ്റിലായിരിക്കും. അതിനെ നമ്മൾ എയറിൽ ഹീറ്റ് ചെയ്യുകയാണ്, ഓക്സിജന്റെ പ്രസൻസിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഹീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്തുണ്ടാവും അറിയാമോ, അതിന്റെ ഓക്സൈഡ് ആദ്യം ഉണ്ടാവും, Hg ഉണ്ടാവും, അതും സോളിഡ് സ്റ്റേറ്റിലാണ്. ഇത് ഗ്യാസ് ആണ്. പ്ലസ് എന്തുണ്ടാവും അറിയാമോ, SO2 ഉണ്ടാവും, അത് ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. ഓർത്ത് വെച്ചോണം കാര്യങ്ങളെല്ലാം. ഓക്കെ, ഇത് മെർക്കുറി 2 സൾഫൈഡ് ആണ് ഇവന്റെ പേര്, കാരണം ഇതിന്റെ വാലൻസി 2 ആയതുകൊണ്ട് മെർക്കുറി 2 സൾഫൈഡ് ആണ് ഇവന്റെ പേര്, സൾഫൈഡ് എന്നാണ് ഇവന്റെ പേര്. ഇവിടെ മെർക്കുറി 2 ഓക്സൈഡ് ആണ്, മെർക്കുറി 2 ഓക്സൈഡ്, ഓക്കെ ആണല്ലോ. ഇനിയും ആ നമുക്ക് എന്തോ വേണ്ടത്, നമുക്ക് പ്യൂർ മെർക്കുറിയാണ് വേണ്ടത്. ഇപ്പൊ Hgയുടെ O ഉണ്ട്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സൾഫറിനെ എടുത്ത് മാറ്റാൻ പറ്റത്തില്ല. നമുക്ക് അപ്പൊ നിങ്ങൾ ചോദിക്കും, HgSനകത്ത് S എടുത്ത് കളഞ്ഞാൽ പോരായിരുന്നോ ഡയറക്റ്റ് ആയിട്ട്, എന്തിനാ വെറുതെ HgS കളഞ്ഞിട്ട് O ആക്കിയിട്ട് ആ ഓയിനെ കളയാൻ പോകുന്നതെന്ന്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സൾഫറിനെ കളയാൻ ഇച്ചിരി പാടാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം ആ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഓക്സൈഡ് ഫോമിൽ കൺവേർട്ട് ചെയ്തിട്ട് ഓക്സിജനെ നമുക്ക് കളയാൻ വളരെ എളുപ്പമാണ്, റിഡക്ഷൻ നടത്തിയാൽ മതി, ഏതെങ്കിലും ഒരു റെഡ്യൂസിങ് ഏജന്റ് ആഡ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മളിപ്പോൾ ഈ കിട്ടിയ HgOനെ നമ്മൾ സോളിഡ് സ്റ്റേറ്റിൽ എന്താണ് ജസ്റ്റ് അത് എന്ത് ചെയ്യുക, ഹീറ്റ് ചെയ്യുവാണ്, റിഡക്ഷനും നടത്തി. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നെങ്കിൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ എന്ന് പറയാം, അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഓക്സിജൻ എന്നും പറയാം. ഇവിടുന്ന് റിമൂവൽ ഓഫ് ഓക്സിജൻ റിഡക്ഷൻ നടത്തി, അപ്പോൾ എന്ത് കിട്ടും, Hg കിട്ടും. Hg പ്ലസ് എന്താ, O2. ഇത് സോളിഡ് സ്റ്റേറ്റിലാണ്, ഈ Hg ഉണ്ടാകുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലാണ്, ഇത് ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. കണ്ടോ, ഇത് ബാലൻസ് ചെയ്യണം. ഇവിടെ 2 വരും, ഇവിടെ 2 വരും, ഇവിടെയും 2 വരും, ഇവിടെ 3 വരും, ഇവിടെ 2 വരും, ഇവിടെ 2 വരും. കണ്ടോ, അപ്പൊ ഇങ്ങനെയാണ്. കണ്ടോ, നമുക്ക് HgS ഇതിന്റെ ഓർ ഇങ്ങനെയായിരുന്നു ഇരുന്നത്. ഈ ഓറിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി, എന്താണ് പ്യുവർ ആയിട്ടുള്ള മെർക്കുറി കിട്ടി. ഈ HgSനെ സിന്നാബാർ എന്നും പറയും കേട്ടോ, സിന്നാബാർ ആണ് അതിന്റെ ഓർ, സിന്നാബാർ എന്നും പറയും. അതും കൂടെ എഴുതി വെച്ചേക്കണേ, സിന്നാബാർ ഒന്ന് എഴുതി വെച്ചേക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണല്ലോ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ മെർക്കുറിയുടെ എക്സ്ട്രാക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത്തെ, ഇത് ഇങ്ങനെ തന്നെ പഠിക്കണേ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഓഫ്ലൈൻ പിള്ളേർക്ക് ടെസ്റ്റ് ഇട്ടായിരുന്നു, എല്ലാവർക്കും മാർക്ക് കുറവാണ്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവര് എൻ്റെ നോട്ട് പഠിച്ചിട്ടല്ല ഇവര് അത് എഴുതിയിരിക്കുന്നത്. അവരെന്തൊക്കെയോ അവർ മനസ്സിലാക്കിയതും അവരുടെ സ്വന്തം സെന്റൻസിലുമാണ് എഴുതിയത്. നിങ്ങൾ സ്വന്തം സെന്റൻസ് ഒന്നും ഉണ്ടാക്കാൻ പോകണ്ട,
നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നമ്മുടെ നോട്ട് ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് നോട്ട് എഴുതിയിരിക്കുന്നത്, അത് മനസ്സിലാക്കിയിട്ട് അതങ്ങ് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി അല്ല എൻ്റെ അടുത്ത് ട്യൂഷൻ പഠിച്ചു എന്നിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്ന രീതിയിൽ പഠിക്കാത്തതുകൊണ്ടാണ്. അപ്പൊ അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. എൻ്റെ നോട്ട് പച്ച വെള്ളം പോലെ നിങ്ങൾ അരച്ച് കലക്കി കുടിച്ചാൽ ബോർഡ് എക്സാമിന്, ഇവിടെ പണ്ട് പഠിച്ച പിള്ളേരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കിയാൽ മതി, അപ്പം നിങ്ങൾക്ക് പരിചയമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ, പച്ച വെള്ളം പോലെ കുടിച്ചിട്ടാണ് പോകുന്നത്. ആ പച്ച വെള്ളം പോലെ കുടിച്ചിട്ട് പോകുന്ന പിള്ളേർക്ക് മാർക്ക് കിട്ടും. അല്ലാത്തവർക്ക് ഒരു 70%, 65%, 75% കൊണ്ടൊക്കെ തൃപ്തിപ്പെടേണ്ടി വരും. നല്ല പച്ചവെള്ളം പോലെ കുടിച്ചിട്ട് പോകുന്ന പിള്ളേർക്ക് 90% മുകളിൽ കിട്ടും. ഓക്കെ, അപ്പം ഞാൻ നോട്ട് തരുന്ന ഇത്ര സമയം എടുത്ത് നോട്ട് തരുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ നോട്ട് പഠിക്കാൻ വേണ്ടിയാണ്. ഈ നോട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണം ഉണ്ടാവും. അല്ലെങ്കിൽ മാർക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കേട്ടല്ലോ? ഓക്കെ, രണ്ടാമത്തേത് എക്സ്ട്രാക്ഷൻ ഓഫ് കോപ്പർ. എക്സ്ട്രാക്ഷൻ ഓഫ് കോപ്പർ. കോപ്പറിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം കോപ്പർ ഈസ് ഫൗണ്ട്. കോപ്പറും സൾഫേറ്റ് ഫോമിലാണ് കാണപ്പെടുന്നത്. സൾഫേറ്റ് ഫോമിൽ മാത്രമല്ല വേറെ ഫോമിലും കാണപ്പെടാറുണ്ട്. നമ്മളിപ്പോൾ സൾഫേറ്റ് ഫോമിൽ കാണപ്പെടുന്ന കൺസെപ്റ്റ് വെച്ചിട്ടാണ് പറയാൻ പോകുന്നത്. കോപ്പർ ഈസ് ഫൗണ്ട് ആസ് സൾഫൈഡ് ഓർ, അതായത് Cu2S ഈ ഫോമിലാണ് കാണപ്പെടുന്നത് ഇൻ നേച്ചർ ആൻഡ് ക്യാൻ ബി എക്സ്ട്രാക്റ്റഡ് ബൈ നേരത്തെ പോലെ തന്നെ ഹീറ്റിംഗ് ഇറ്റ് സൾഫൈഡ് ഓർ ഇൻ എയർ. അവിടെ Cu2S സോളിഡ് സ്റ്റേറ്റിലാണ്, അത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. അപ്പൊ എന്തായിട്ട് മാറും? ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുന്ന കോപ്പർ ഓക്സൈഡ് Cu2O ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ? ഇത് സോളിഡ് സ്റ്റേറ്റ്. Cu എന്ന് എഴുതി വെക്കരുത് കേട്ടോ, കാരണം ഇവിടെ Cuവിന്റെ 1+ വാലൻസിയാണ് കമ്പൈൻ ചെയ്യുന്നത് കേട്ടോ. Cuവിന് നമുക്കറിയാലോ, അതായത് കുപ്രസും കുപ്രിക്കും ഉണ്ട്. Cu1+ ഉണ്ട്, Cu2+ ഉണ്ട്. നിങ്ങൾ ജനറലി പഠിക്കുമ്പോൾ Cu2+ ആണ് എല്ലായിടത്തും ചേരുന്നതെങ്കിലും ഈ റിയാക്ഷനകത്ത് Cu1+. അതുകൊണ്ടാണല്ലോ Cu1+ഉം S2- കൂടെ കമ്പൈൻ ചെയ്തത് കൊണ്ടാണ് ക്രോസ് ചെയ്തപ്പം ഈ 2 ഇവിടെ വന്നിട്ട് Cu2S ആയിട്ട് മാറിയത്. ഇവിടെ അതേപോലെ തന്നെ Cu1+ഉം O2- കൂടെ കമ്പൈൻ ചെയ്തത് കൊണ്ടാണ് Cu2O ഉണ്ടായത്. അല്ലെങ്കിൽ എന്തുണ്ടായനെ? Cu2+ഉം O2- കൂടെ കമ്പൈൻ ചെയ്തെങ്കിൽ അവിടെ എന്തുണ്ടായനെ? CuO ഉണ്ടായേനെ. മനസ്സിലായോ? ആ വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കണം. ഞാൻ എൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ എൻ്റെ കൂടെയുള്ള ആൾക്കാർക്കെല്ലാം ഈ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ഒന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും, അല്ലാത്തവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പൊ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്താ, കോപ്പർ ഓക്സൈഡ് ഉണ്ടായി, അതിന്റെ കൂടെ നേരത്തെ പോലെ തന്നെ സൾഫർ ഡയോക്സൈഡ് ഉണ്ടാവും, SO2 ഗേഷ്യസ് ഫോമിലാണ്. ഇത് ബാലൻസ് ചെയ്യുക. ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 2, ഇവിടെ 2. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും ഈ Cu2O-നെ നമ്മൾ എന്താ സോളിഡ് സ്റ്റേറ്റിലാണ്, അതിനെ നമ്മൾ റിഡക്ഷൻ നടത്തുക എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ സിംപ്ലി ഹീറ്റ് ചെയ്യുമായിരുന്നു, പക്ഷെ ഇവിടെ നമ്മൾ ഒരു ഇത് ബൈഹാർട്ട് ചെയ്യേണ്ട സാധനമാണ്. ഇവിടെ നമ്മൾ Cu2S വീണ്ടും ഒന്നുകൂടെ ആഡ് ചെയ്യുന്നുണ്ട്, എന്നിട്ടാണ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്യുവർ ആയിട്ടുള്ള, നേരത്തെ എന്തായിരുന്നു സംഭവിച്ചത്? നേരത്തെ ജസ്റ്റ് HgOനെ ഹീറ്റ് ചെയ്തായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് ഒന്നുകൂടെ അതിനകത്ത് ഈ കോപ്പർ ഓക്സൈഡിനകത്ത് എന്താ Cu2S നമ്മൾ ഒന്നുകൂടെ ആഡ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? അത് വീണ്ടും പ്യുവർ ആയിട്ടുള്ള കോപ്പർ ആയിട്ട് മാറും. സോളിഡ് സ്റ്റേറ്റ് കോപ്പർ പ്ലസ് എന്താ വീണ്ടും SO2 ഗ്യാസ്. ഓക്കെ ആണല്ലോ? ബാലൻസ് ചെയ്യണം. ഇവിടെ 2 വരുമ്പോൾ ഇവിടെ 6 വരും. ഇത് ഓർത്ത് വെച്ചോണം. ഈ റിയാക്ഷൻ ഒരു നോർമൽ കൺസെപ്റ്റിലല്ല വരുന്നത്, അത് ഒന്ന് ബൈഹാർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ നമ്മൾ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ലോ ഇൻ ദ റിയാക്ടിവിറ്റി സീരീസിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇനിയും എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഇൻ ദ മിഡിൽ ഓഫ് റിയാക്ടിവിറ്റി സീരീസിന്റെ എക്സ്ട്രാക്ഷനെ പറ്റിയാണ് അടുത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ബി എന്ന് എഴുതിയിട്ട് ഇങ്ങനെ എഴുതുക: എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഇൻ ദ മിഡിൽ ഓഫ് activity series.
metals in the middle in the middle of activity series activity series such as iron such as iron zinc lead and copper are moderatively reactive. These are usually present as sulfide or carbonates in nature. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞായിരുന്നു മെറ്റൽ ലോ ആക്ടിവിറ്റി സെൽസിൽ താഴെയുള്ള ആൾക്കാർ സൾഫൈഡ് ഫോമിലായിരിക്കും അവരുടെ ഓർ കൂടുതലും കാണപ്പെടുന്നത്. എന്നാൽ മിഡിലുള്ള ആൾക്കാർ സൾഫൈഡ് ഫോമിലും കാണും കാർബണേറ്റ് ഫോമിലും കാണും. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു കോപ്പർ പറഞ്ഞപ്പോൾ കോപ്പറിന്റെ ഓർ Cu2S മാത്രമല്ല കാർബണേറ്റ് ഫോമിലും അതിനെ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പം സൾഫൈഡ് ഫോമിലും കാണും കാർബണേറ്റ് ഫോമിലും കാണും. ഏതാ മിഡിൽ ആക്ടിവിറ്റി സീരീസിൽ മിഡിലുള്ള ആൾക്കാരെല്ലാം അതിന്റെ ഓർ കാണപ്പെടുന്നത് സൾഫൈഡ് ഫോമിലും കാണും കാർബണേറ്റ് ഫോമിലും കാണും. ഓക്കെ ആണല്ലോ. വിനിജ സുധീഷിനെ ഒന്ന് വിളിക്കാൻ പറ. സുധീഷിനെ ഒന്ന് വിളിക്കാൻ പറ. എന്റെ അത് വിളിക്കുന്നുണ്ട് അപ്പാടെ വിളിക്കുന്നു. അമ്മയുടെ ഒക്കെ പറയാനുണ്ട് കാര്യം പറയാനാണ് പറഞ്ഞ. എന്നിട്ട് താഴെ എഴുതുക it is easier to obtain it is easier to obtain a metal from its oxide as compared to its sulfide and carbonate അതായത് സൾഫൈഡിൽ നിന്നും കാർബണേറ്റിൽ നിന്നും ഇതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. അതിൽ ഒന്നാമത്തേത് നോക്കിയോ. ഒന്നാമത്തേത് കാൽസിനേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാൽസിനേഷൻ ഒരു അണ്ടർലൈൻ ചെയ്തിട്ട് അതിന്റെ ബാക്കിയായിട്ട് ഈസ് ദ പ്രോസസ് in which a carbonate ore is heated strongly in the absence of air to convert it into മെറ്റൽ ഓക്സൈഡ്. അതായത് കാർബണേറ്റ് ഓറിനെ നമ്മൾ നേരത്തെ സൾഫൈഡ് ഓറിനെ ഓക്സൈഡ് ആക്കിയിട്ട് ആ ഓക്സൈഡിനെ പിന്നെ ഹീറ്റ് ചെയ്തിട്ടാണ് പ്യൂർ മെറ്റൽ ആക്കി എടുത്തത്. ഇവിടെ കാർബണേറ്റ് ഫോമിലുള്ള ഓറിനെ കാൽസിനേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടത്തും. കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ കാ ഓർത്താൽ മതി. കാർബണേറ്റിനെ കാൽസിനേഷൻ, കാർബണേറ്റ് ഓറിനെ കാൽസിനേഷൻ ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പം എന്താണ് കാൽസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബണേറ്റ് ഓറിനെ എയറിന്റെ ആബ്സെൻസിൽ നന്നായിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ അത് കാർബണേറ്റിൽ നിന്ന് ഓക്സൈഡ് ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ. അപ്പൊ അത് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. സിങ്ക് കാർബണേറ്റ് ZnCO3 ഇതിന്റെ പേര് കലാമിൻ ആണ്. ഈ കലാമിനകത്തു നിന്നാണ് സിങ്കിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇതിനെ ജസ്റ്റ് കാൽസിനേഷൻ ചെയ്യുമ്പോൾ ഇതിന്റെ ഓക്സൈഡ് ഫോമിലായിട്ടുള്ള സിങ്ക് ഓക്സൈഡ്, അതായത് ഇത് സോളിഡ് സ്റ്റേറ്റിലാണ്, ഇതും സോളിഡ് സ്റ്റേറ്റ് ആണ്, പ്ലസ് CO2 ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇനിയിപ്പം ഇതിനകത്ത് ഓക്സിജനെ മാറ്റിയാൽ നമുക്ക് എന്ത് കിട്ടും? പ്യുവർ സിങ്ക് കിട്ടും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. ശരിയല്ലേ? അപ്പം അത് നമുക്ക് അടുത്ത് പറയാം. രണ്ടാമത്തേത് റോസ്റ്റിംഗ്. റോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ സൾഫൈഡ് ഓറുകളെ ഓക്സൈഡ് ഫോമിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് റോസ്റ്റിംഗ്. അവിടെ എയറിന്റെ പ്രസൻസിലായിരിക്കും സ്ട്രോങ് ആയിട്ട് ഹീറ്റ് ചെയ്യുന്നത്. ഓക്കെ, റോസ്റ്റിംഗ് ഈസ് ദ പ്രോസസ് in which a sulfide ore
sulfide ore is strongly heated in the presence of air to convert it into metal oxide. അപ്പം സിങ്ക് കാർബണേറ്റ് ഫോമിലും ഉണ്ട്, സിങ്ക് സൾഫേറ്റ് ഫോമിലും ഉണ്ട്. അതേപോലെ തന്നെയാണ് കോപ്പറും കാർബണേറ്റ് ഫോമിലും സൾഫേറ്റ് ഫോമിലും ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഓക്കെ, അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ എഴുതാം. സൾഫൈഡ് ഫോമിലുള്ള സിങ്ക് ZnS, അതിനെ സിങ്ക് ബ്ലെൻഡ് എന്നാണ് പറയുന്നത് കേട്ടോ. സിങ്ക് ബ്ലെൻഡ് എന്നാണ് പറയുന്നത്, സിങ്ക് ബ്ലെൻഡ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം, ZnSനെ നമ്മൾ ഓക്സിജന്റെ പ്രസൻസിൽ നമ്മൾ റോസ്റ്റിംഗ് ചെയ്യുക. അപ്പൊ എന്തുണ്ടാവും, അതിന്റെ ഓക്സൈഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും. ZnO പ്ലസ് എന്താ, അവിടെ SO2 ആണ് ഉണ്ടാകുന്നത്. കാർബണേറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കും, സൾഫൈഡ് സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കും. ഓക്കെ ആണല്ലോ. ഇതും സോളിഡ് സ്റ്റേറ്റില്, ഇതും സോളിഡ് സ്റ്റേറ്റില്, ഇതും ഗേഷ്യസ് സ്റ്റേറ്റില്, ഇതും ഗേഷ്യസ് സ്റ്റേറ്റില്. ഓക്കെ ആണല്ലോ. എന്നിട്ട് ഈ ഉണ്ടായ മെറ്റൽ ഓക്സൈഡ്, അത് രണ്ട് നമ്മൾ കാൽസിനേഷൻ ചെയ്തപ്പോഴും റോസ്റ്റിംഗ് ചെയ്തപ്പോഴും നമുക്കുണ്ടായത് സിങ്ക് ഓക്സൈഡാണ്. സിങ്ക് ഓക്സൈഡിനകത്തുനിന്ന് ഓക്സിജനെ കളയാൻ വളരെ എളുപ്പമാണ്, റിഡക്ഷൻ നടത്തിയാൽ മതി. അതായത് റിമൂവൽ ഓഫ് ഓക്സിജൻ ചെയ്താൽ മതി. ശരിയല്ലേ? അപ്പൊ അതും കൂടെ എഴുതാം. ദ മെറ്റൽ oxides are then reduced to corresponding metal by using suitable reducing agents such as കാർബൺ ഉപയോഗിച്ചും റിഡക്ഷൻ നടത്തും. ചില കേസിൽ കാർബൺ യൂസ് ചെയ്യാൻ പറ്റാത്തടത്ത് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കും, ചിലടത്ത് ഹീറ്റ് ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിങ്ക് ഓക്സൈഡിനെ സോളിഡ് സ്റ്റേറ്റിലാണ്, ജസ്റ്റ് കാർബൺ വെച്ചിട്ട് റിഡക്ഷൻ നടത്തും. അപ്പൊ എന്താണെന്ന് അറിയാമോ? കണ്ടോ, ഈ കാർബൺ ഓക്സിജനെയും കൊണ്ട് പോയി റിഡക്ഷൻ നടന്നു. ഇവിടെ റിഡക്ഷൻ നടക്കുമ്പോൾ നമുക്ക് സിങ്ക് ഉണ്ടാവും. കണ്ടോ, പ്യുവർ സിങ്ക് ആയി, പ്ലസ് എന്താ, കാർബൺ മോണോക്സൈഡ് ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇവിടെ എന്താണ്, കാർബൺ വെച്ചിട്ട് റിഡക്ഷൻ നടത്തുന്ന കേസ് മാത്രമല്ല, ഇലക്ട്രിസിറ്റി വെച്ചിട്ട് നടത്തുന്നതുകൊണ്ട്, ഹീറ്റ് ചെയ്തിട്ട് നടത്തുന്നതുകൊണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ അത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇത്ര എഴുതിയൊന്നും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത്ര ഓക്കെ ആണോ? ഇത്ര ഓക്കെ ആണോ? പറഞ്ഞേ. അൽക്ക, എലീജ, ഡീൻ. ഓക്കെ, ഇതൊക്കെ ക്ലിയർ ആയിട്ട് പഠിക്കണം കേട്ടോ കുഞ്ഞുങ്ങളെ. ഈ നോട്ട് എന്റെ പഠിക്കാവൂ, വേറെ ഒരു എന്താണ് എളുപ്പ വഴിക്കും പോകണ്ട. ഇത് പരീക്ഷയ്ക്ക് ബോർഡ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പോലെയാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനപ്പുറത്തോട്ടൊരു ചോദ്യം ഇതിനകത്തൊന്നും ഉണ്ടാവില്ല. ഇന്ന് ശ്രേയയുടെ എക്സാമിനകത്ത് ഇപ്പൊ ഈ പഠിച്ച ഭാഗത്തുനിന്ന് കുറെ ക്വസ്റ്റ്യൻ അതേപോലെ വന്നിട്ടില്ലേ? ഇത് ഈ നോട്ട് തന്നെ, അത് ഈ നോട്ട് ഇതേപോലെ തന്നെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കിക്കോ. അപ്പം എന്താണ്, ഓക്കെ, ഇതിന്റെ താഴോട്ട് എഴുതിക്കോ. ബിസൈഡ് യൂസിങ് കാർബൺ to reduce metal oxides to metal sometimes displacement reaction can also be used. The highly reactive metals like sodium
calcium, calcium, aluminium, aluminium, aluminium are used as reducing agent. Reducing agent. ഞാൻ നിങ്ങളോട് പറഞ്ഞു കാർബൺ വെച്ച് മാത്രമല്ല റിഡക്ഷൻ നടത്തുന്നത്, ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാം. അതല്ലാതെ ഹൈലി റിയാക്റ്റീവ് മെറ്റൽ ഉപയോഗിച്ചിട്ട് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ വഴിയും നമുക്ക് അതിനകത്തുനിന്ന് ഓക്സിജനെ റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഓക്കെ. റെഡ്യൂസിങ് ഏജൻസ് as they can displace metal of lower reactivity from their compounds അതിന്റെ ഓക്കെ, അതിന്റെ ഒരു എക്സാമ്പിൾ ഉണ്ട്. അതായത് നമ്മുടെ റെയിൽവേ ട്രാക്കിലെ വിള്ളലുകൾ നികത്താൻ വേണ്ടി, അതായത് ഇരുമ്പ് കൊണ്ടാണല്ലോ റെയിൽവേ ട്രാക്കുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ചെറിയ ചെറിയ വിള്ളലുകൾ നികത്താൻ വേണ്ടി ഈ ഇരുമ്പ് തന്നെ ഉരുക്കി ഒഴിക്കണം. അപ്പൊ ഇരുമ്പ് ഉരുക്കി ഒഴിക്കുന്നതിന് ഇരുമ്പ് ഡയറക്റ്റ് ആയിട്ട് ഉരുക്കി ഒഴിക്കുന്നതിന് പകരം അവര് ഒരു തെർമിക് റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ ഉണ്ട്. ആ റിയാക്ഷൻ വഴിയാണ് ആ വിള്ളലുകൾ ഇരുമ്പ് തന്നെ ഉപയോഗിച്ച് ഉരുക്കി ഒഴിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയാക്ഷൻ നമുക്കത് പഠിക്കാം. നോക്കിക്കോളൂ, എക്സാമ്പിൾ നോക്കിയോ. ആദ്യം വേറെ പറയുന്നത് നോക്കിയോ, റിഡക്ഷൻ ഓഫ് മെറ്റൽ ഓക്സൈഡ്. നേരത്തെ ഉണ്ടാക്കി വെച്ച സിങ്ക് ഓക്സൈഡുകളും അല്ലെ അങ്ങനെ ഫോം ചെയ്യുന്ന ഏതെങ്കിലും ഓക്സൈഡുകളെ റിഡക്ഷൻ വഴിയാണ് പ്യൂർ മെറ്റലാക്കി എടുക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് റിഡക്ഷൻ കാർബൺ ഉപയോഗിച്ച് ചെയ്യാം, ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഹൈ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലുകൾ ഉപയോഗിച്ചിട്ടും റിഡക്ഷൻ നടത്താനായിട്ട് സാധിക്കും, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ വഴി. അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അതിനകത്താണ് തെർമിക് റിയാക്ഷൻ ഉള്ളത്. റിഡക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് അലൂമിനിയം ഹൈഫൻ ഇട്ടിട്ട് മാംഗനീസ് metal is extracted by the reduction of its oxide with aluminium powder as reducing agent. MnO2 plus Al gives Mn plus Al2O3 plus heat. അതായത് 3-4, അതായത് നമുക്ക് ഇപ്പം നേരത്തെ സിങ്ക് ഓക്സൈഡ് ഉണ്ടായ പോലെ തന്നെ ഒരു ഓക്സൈഡാണ് മാംഗനീസ് ഓക്സൈഡ്. അതിനകത്തോട്ട് അലൂമിനിയം ഒഴിച്ചപ്പോൾ സംഭവിച്ചപ്പോൾ കണ്ടോ, മാംഗനീസ് ഓക്സൈഡിനകത്ത് ഓക്സിജനെ ഈ അലൂമിനിയം മാറ്റിയിട്ട് അലൂമിനിയമായിട്ട് ആ ഓക്സിജൻ പോയി റിയാക്ട് ചെയ്തിട്ട് Al2O3 ഉണ്ടായി, മാംഗനീസ് മാത്രമായി. ഓക്കെ, അതിൻ്റെ കൂടെ നല്ല ഹീറ്റും ഉണ്ടായി. ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണ് ഇതിന്റെ രണ്ടാമത്തെ എക്സാമ്പിളിനകത്താണ് ഒരു തെർമിക് റിയാക്ഷൻ നമ്മൾ പഠിക്കുന്നത്. These displacement reaction are highly exothermic. The amount of heat evolved is so large that the metal are produced in molten state.
കണ്ടോ? അപ്പം ഈ മെറ്റൽ, അതായത് ഈ മാംഗനീസ് മെറ്റൽ ഉണ്ടാക്കുന്നത് മോൾട്ടൺ സ്റ്റേറ്റിലായിരിക്കും. കാരണം എന്താ, നല്ല ഹീറ്റ് ആണ് ഇതിന്റെ കൂടെ ഉണ്ടാകുന്നത്, എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഓക്കെ, അതിന്റെ തന്നെ വേറൊരു ഇതാണ്, നമ്മളിപ്പോൾ മാംഗനീസ് ഓക്സൈഡിനെയാണ് അലൂമിനിയം വെച്ചിട്ട് റിഡക്ഷൻ ചെയ്തത്. ഞാൻ അയൺ ഓക്സൈഡിനെ അലൂമിനിയം വെച്ചിട്ട് റിഡക്ഷൻ ചെയ്താലുണ്ടല്ലോ, മോൾട്ടൺ ആയിട്ടുള്ള അയൺ ആയിരിക്കും ഉണ്ടാകുന്നത്. അതായത് ഉരുകിയ അയൺ. ആ ഉരുകിയ അയണിനെ വെച്ചിട്ടാണ് റെയിൽവേ ട്രാക്കിന്റെ വിള്ളലുകൾ നടക്കുന്നത്, അതായത് നികത്തുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ തെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. അത് അതിന്റെ രണ്ടാമത്തെ എക്സാമ്പിൾ ആണ്. ദ റിയാക്ഷൻ അത് അടുത്തത്, അതായത് അടുത്ത എക്സാമ്പിളിൽ രണ്ടാമത്തെ ആണ്. ഇവിടെ ഒരു ഡോട്ട് ഇടാം, ഇത് അടുത്ത ഡോട്ട്. റിയാക്ഷൻ ഓഫ് അയൺ 3 ഓക്സൈഡ്. അയൺ 3 ഓക്സൈഡ് എന്ന് പറയുമ്പോൾ അയണിന്റെ വാലൻസി 3 എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിച്ചോണം. അയൺ 3 ഓക്സൈഡ് എന്ന് പറയുമ്പോൾ Fe2O3 വിത്ത് അലൂമിനിയം is used to join railway track or cracked machine parts. Thus the reduction of metal oxide to metal by using aluminum powder as a reducing agent is called thermit reaction. അതായത് അലൂമിനിയം പൗഡറിനെ വെച്ചിട്ട് റിഡക്ഷൻ ചെയ്യുമ്പോൾ അവിടെ നല്ല രീതിയിൽ ഹീറ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഉണ്ടാകുന്ന പ്യുവർ കോമ്പൗണ്ടുകളെല്ലാം മോൾട്ടൺ ഫോമിലാണ് ഉണ്ടാകുന്നത് എന്നുള്ളതുകൊണ്ടാണ് അതിനെ നമ്മൾ തെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ റെയിൽവേ ട്രാക്കിലെ വിള്ളലുകൾ നികത്താൻ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നടക്കുന്ന റിയാക്ഷനും കൂടെ എഴുതണം. പരീക്ഷയ്ക്ക് എല്ലാ വർഷവും ചോദിക്കാറുണ്ട് കേട്ടോ, ബോർഡ് എക്സാമിന്. ഈ വർഷം ചോദിച്ചു, കഴിഞ്ഞ വർഷം ചോദിച്ചു, അതിന്റെ കഴിഞ്ഞ വർഷം ചോദിച്ചു. അത് പല രീതിയിലാണ് ചോദിക്കുന്നത്, ഒരേ പാറ്റേണിലല്ല. Fe2O3 പ്ലസ് Al gives Fe പ്ലസ് Al2O3 പ്ലസ് ഹീറ്റ്. ഇത് മോൾട്ടൺ ആണ്. നേരത്തെ Mn മോൾട്ടൺ ആയിരുന്നേ. ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ 2. ഇനി നമ്മൾ എന്താ ചെയ്യാൻ വന്നത്? ഇനി നമ്മൾ ഇതിന്റെ ഒരു കാര്യം കൊണ്ട് എഴുതാം. നോട്ട് ഒന്ന് എഴുതിയിട്ട് ഒരു കാര്യം എഴുതുക. The molten iron is then poured എന്ന് പറയുമ്പോൾ ഒഴിക്കുക, pour ചെയ്യുക, between the broken iron pieces to weld them. This process is known as aluminothermy or thermit welding.
ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ലോ ഇൻ ദ ആക്ടിവിറ്റി സീരീസ് പറഞ്ഞു, മിഡിൽ ഓഫ് ദ ആക്ടിവിറ്റി സീരീസ് പറഞ്ഞു. ഇനി മുകളിൽ, അതായത് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലുകളെ, സോഡിയം, അതേപോലെ തന്നെ പൊട്ടാസ്യം, അലൂമിനിയം, അങ്ങനെയുള്ള ആൾക്കാരെ എങ്ങനെയാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്? അതിന് ഒറ്റ വഴിയേ ഉള്ളൂ, ഇലക്ട്രോലിസിസ്. ഇലക്ട്രോലിസിസ് വഴിയല്ല നമുക്ക് ഇവരെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താ പറയുക, ഇവർ ഹൈലി റിയാക്റ്റീവാ. ഇപ്പം റിഡക്ഷൻ നടത്താൻ വേണ്ടി കാർബണുമായിട്ടോ അല്ലെങ്കിൽ ഇതുമായിട്ടോ ഒന്ന് റിയാക്ട് ചെയ്യും, സോഡിയം എടുത്ത് വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പൊ തന്നെ കത്തും. എക്സോതെർമിക് റിയാക്ഷൻ. നമുക്ക് സോഡിയം ഉള്ള ഒരാളെ എടുത്തിട്ട് നമ്മൾ ഈ മോളിൽ പറഞ്ഞ റിയാക്ഷൻ ഒന്നും നടത്തിയെടുക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ഇലക്ട്രോലിസിസ് ആണ്. ഓൾറെഡി നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അതും പിന്നെ പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റലും കൂടെ ഉള്ളൂ. അതായത് ഇങ്ങനെ ഉണ്ടായ മെറ്റലും കംപ്ലീറ്റ്ലി പ്യൂർ അല്ല, വീണ്ടും ഒന്നുകൂടെ ഒരു സെറ്റ് പ്യൂരിഫിക്കേഷൻ കൂടെ നടത്തണം. ഓക്കെ, അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ. അപ്പം എഴുതിക്കോ, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ in the top of activity series. അപ്പം അതിനകത്ത് ടോപ്പ് ഓഫ് ആക്ടിവിറ്റി സീരീസിനകത്ത് ആദ്യം ഉള്ളത് സോഡിയം ആണ്. എക്സ്ട്രാക്ഷൻ ഓഫ് സോഡിയം മെറ്റൽ. സോഡിയം മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്താണെന്നറിയോ? നമ്മളൊരു മോൾട്ടൺ സ്റ്റേറ്റിലുള്ള NaCl എടുക്കുന്നു. ചുട്ടുപഴുത്ത അവസ്ഥയിലുള്ള മോൾട്ടൺ സ്റ്റേറ്റിലുള്ള NaCl എടുക്കുന്നു. എന്നിട്ട് അതിനകത്തൂടെ കറണ്ട് കടത്തി വിടുന്നു. അതിനാണ് ഇലക്ട്രോലിസിസ് എന്ന് പറയുന്നത്. ഇലക്ട്രോലിസിസ്. അപ്പൊ എന്താണെന്ന് അറിയാമോ? കണ്ടോ, Naയും Cl2 ആയിട്ട് മാറും. നമുക്ക് Na ആയിരുന്നു വേണ്ടത്, കണ്ടോ, മെറ്റൽ ആയിരുന്നു വേണ്ടത്, പ്യുവർ മെറ്റൽ. ഇത് നടക്കുന്നത് ചുമ്മാ ഇപ്പൊ ഇങ്ങനെ ഒരു റിയാക്ഷൻ വഴി ഇങ്ങനെ നമുക്ക് എഴുതാന്നുള്ളേ ഉള്ളൂ. പക്ഷെ ഇതിനൊരു കൃത്യമായിട്ട് നടക്കുന്ന രീതിയുണ്ട്. ആ രീതി ഇലക്ട്രോലിസിസ് ആണ്. അത് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പൊ അതിനകത്ത് നമ്മളൊരു ഇലക്ട്രോലിറ്റിക് സെൽ ആദ്യം വരയ്ക്കുന്നു. ഓക്കെ, എന്നിട്ട് അതിനകത്ത് മൊത്തം മോൾട്ടൺ NaCl നിറയ്ക്കുന്നു. അപ്പൊ മോൾട്ടൺ NaCl എന്ന് പറയുമ്പോഴത്തേക്കും എന്തിൻ്റെ ഇവിടെ ഇങ്ങനെ മെൻഷൻ ചെയ്യാം, മോൾട്ടൺ NaCl നിറയ്ക്കുന്നു. എന്നിട്ട് ഇതിനകത്തോട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഒരു ആനോഡിനെയും അതേപോലെ തന്നെ ഒരു ആനോഡ് ക്യാഥോഡും രണ്ട് ഇലക്ട്രോഡുകൾ മുക്കി വെക്കുന്നു. ഇലക്ട്രോഡുകൾ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, മെറ്റൽ പീസുകളാണ്. ഈ ഇലക്ട്രോഡിന്റെ പ്രത്യേകതയുണ്ട്, ഇത് ഇനേർട്ട് ഇലക്ട്രോഡാണ്. ഇനേർട്ട് ഇലക്ട്രോഡ് എന്ന് പറയുമ്പോൾ ഈ ഇലക്ട്രോഡ് റിയാക്ഷനിൽ പങ്കെടുക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഇലക്ട്രോഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബണിന്റെ ഇലക്ട്രോഡ്, അതായത് ഗ്രാഫൈറ്റ്, പ്ലാറ്റിനം, അങ്ങനെയുള്ള ഇലക്ട്രോഡുകളൊന്നും എന്ത് ചെയ്യത്തില്ല, റിയാക്ഷനിൽ പങ്കെടുക്കത്തില്ല. പക്ഷെ അതിന്റെ സർഫസ് റിയാക്ഷൻ നടക്കാൻ വേണ്ടി വിട്ടുകൊടുക്കും. ഓക്കെ ആണല്ലോ? എന്നിട്ട് ഒരു ഇലക്ട്രോഡിന്റെ അറ്റം കൊണ്ട് ഞാൻ എക്സ്റ്റേണലി ബാറ്ററിയുടെ ഒരു പോസിറ്റീവിലും മറ്റേ ഇലക്ട്രോഡിന്റെ അറ്റം കൊണ്ട് ഒരു കീയുടെ സഹായത്തോടുകൂടി ബാറ്ററിയുടെ നെഗറ്റീവിലും കണക്ട് ചെയ്തു. ഓക്കെ ആണല്ലോ? ഓക്കെ, ഞാനിവിടെ കീ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്സിന്റെ ഇലക്ട്രിസിറ്റിയുടെ കൺസെപ്റ്റ് വെച്ചിട്ട് എന്ത് ചെയ്യും? ഇത് വലിയ ടെർമിനൽ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആണ്, ചെറുത് നെഗറ്റീവ് ആണ്. അപ്പൊ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് ഞാനിപ്പോ പറയുന്ന ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്ത് തുടങ്ങും. ആണല്ലോ? കീ കൊടുത്തു കഴിഞ്ഞാൽ അതാണല്ലോ സംഭവിക്കുന്നത്. ആ പോകുന്ന വഴിക്ക് എന്ത് ചെയ്യുന്നറിയാമോ? ഈ കറണ്ട് പോകുന്ന വഴിക്ക് ഈ NaCl-നെ ഇവൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് Na+ അയോണും Cl- അയോണും ആക്കി മാറ്റും. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്കറിയാം, ഈ പോസിറ്റീവ് കണക്ട് ചെയ്ത ഈ ഇലക്ട്രോഡിന് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് കണക്ട് ചെയ്ത ഈ ഇലക്ട്രോഡിന് നെഗറ്റീവ് ചാർജും വരും. പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് അതിനെ നമ്മൾ ആനോഡ് എന്ന് വിളിക്കും. നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് അതിനെ നമ്മൾ കാഥോഡ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പം ഈ സ്പ്ലിറ്റ് ചെയ്ത് ഇവിടെ അയോൺ ആയിട്ടിരിക്കുമല്ലേ. അപ്പൊ ഈ അയോണിൽ നെഗറ്റീവ് ആയിട്ടുള്ള ആൾ എന്ത് ചെയ്യുന്നറിയാമോ? പോസിറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോഡിൽ പോയി പറ്റി പിടിക്കും. പോസിറ്റീവ് ആയിട്ടുള്ള ആൾ എന്ത് ചെയ്യുന്നറിയാമോ? നെഗറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോഡിൽ പോയി പറ്റി പിടിക്കും. ഈ പറ്റി പിടിക്കുന്നത് Cl- ആയിട്ടും Na+ ആയിട്ടും അല്ല പറ്റി പിടിക്കുന്നത്. Cl- ക്ലോറിൻ ആയിട്ട്, അതായത് Cl- Cl2 ആയിട്ട് പറ്റി പിടിക്കും. Na+ Na ആറ്റമായിട്ട്, അതിന്റെ ആറ്റോമിക് ഫോമിലായിരിക്കും അത് പോയിട്ട് പറ്റി പിടിക്കുക. ഓക്കെ, അപ്പൊ ഇലക്ട്രോണിനെ വാങ്ങിക്കേണ്ടവർ വാങ്ങിക്കും, കൊടുക്കേണ്ടവർ കൊടുക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്കത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇതാണ് അതിന്റെ പ്രോസസ്സ്. അപ്പൊ നോക്കിയോ, ദ പോസിറ്റീവ് sodium ions are attracted to cathode. Negatively charged ആണ്. negatively charged electrode ആണ്.
അതേപോലെ തന്നെ സോഡിയം അയോൺ takes electron from cathode and gets reduced to form sodium atom. ഇത് ഇങ്ങനെ അങ്ങ് എഴുതിക്കോ, എന്താണെന്നുള്ളത് ഞാനിപ്പം ചെയ്ത് കാണിക്കുമ്പോൾ മനസ്സിലാവും. സോഡിയം ആറ്റം. അപ്പം കാഥോഡിൽ എന്ത് റിയാക്ഷൻ നടക്കുന്നു എന്നുള്ള കാര്യം ആദ്യം എഴുതാൻ പോവാണ്. അറ്റ് കാഥോഡ് എല്ലാവരും ശ്രദ്ധിച്ചോണേ. അറ്റ് കാഥോഡിൽ ആരാ പോയത്? Na പ്ലസ് കാഥോഡിലോട്ട് പോയി. അപ്പൊ നോക്കിയോ, Na പ്ലസ് എന്ന് പറയുന്ന ആള് Na ആയിട്ട് മാറണം. ഇപ്പൊ Na പ്ലസിന്റെ ഇപ്പം ഒരു ഇലക്ട്രോണിന്റെ കുറവുണ്ട്. ഇപ്പം Na പ്ലസും Na തമ്മിലുള്ള വ്യത്യാസം എന്താ? Na-ക്കകത്ത് 2 8 1 11 ഇലക്ട്രോണും Na പ്ലസിനകത്ത് 2 8 10 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ Na പ്ലസ് Na ആവണമെങ്കിൽ ഒരു ഇലക്ട്രോണെ വാങ്ങണം. ഈ കാഥോഡ് ഫുൾ നെഗറ്റീവ് ചാർജിന്റെ കലവറയാണ്. അപ്പൊ അവിടെ നെഗറ്റീവ് ഇലക്ട്രോണുകൾ ഇഷ്ടത്തിനുണ്ട്. അപ്പൊ ഈ Na പ്ലസ് പോയിട്ട് ഇത് ഞാൻ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഒരു NaCl മോളിക്യൂൾ അല്ല ഇതിനകത്തുള്ളത്, ലക്ഷക്കണക്കിന് NaCl മോളിക്യൂളാണ് ഇതിനകത്തുള്ളത്. അതിൽ ഒരു മോളിക്യൂൾ പോകുന്നതിനെ പറ്റി മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ ലക്ഷക്കണക്കിന് NaCl Na മോളിക്യൂൾ അങ്ങോട്ട് പോകും, ലക്ഷക്കണക്കിന് NaCl മോളിക്യൂൾ സ്പ്ലിറ്റ് ആയിട്ട് ലക്ഷക്കണക്കിന് Na പ്ലസും ലക്ഷക്കണക്കിന് Cl മൈനസും ഉണ്ടാകും. അതിൽ ഒരെണ്ണം അങ്ങോട്ടേക്ക് പോകുന്നതിനെ പറ്റി പറഞ്ഞു. ഇങ്ങനെ ഒത്തിരി ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട്, ഒത്തിരി Na പ്ലസ് കാഥോഡിൽ പോകുന്നുണ്ട്, മനസ്സിലായോ? അപ്പൊ ഒരു Na പ്ലസ് എന്ത് ചെയ്യുന്നറിയാമോ? കാഥോഡിൽ നിന്ന് ഒരു ഇലക്ട്രോണെ വാങ്ങിച്ചിട്ട് Na ആറ്റമായിട്ട് ഇവിടെ പറ്റി പിടിക്കാൻ തുടങ്ങും. ഇവിടെ പറ്റി പിടിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ ഒരു കാര്യം ആലോചിച്ചോണം. ഇവിടെ നമുക്ക് അടുത്ത ക്ലോറിന്റെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. 2 സോഡിയം ആറ്റം ഒരുമിച്ചായിരിക്കും അങ്ങോട്ടേക്ക് പോകുന്നത്. 2 സോഡിയം ആറ്റം. അപ്പൊ നിങ്ങൾ ചോദിക്കല്ലേ 2 സോഡിയം ആറ്റം എങ്ങനെ വന്നു? ഇവിടെ ഒരെണ്ണം അല്ലേ കാണിച്ചിട്ടുള്ളൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതിനകത്ത് ലക്ഷക്കണക്കിന് സോഡിയം ക്ലോറൈഡ് ഉണ്ട്, മനസ്സിലായോ? അതിൽ 2 എണ്ണം ഒരുമിച്ച് 2 ഇലക്ട്രോണിനെ വാങ്ങിച്ചിട്ട് 2 സോഡിയം ആറ്റമായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇവിടെ പോയി പറ്റി പിടിക്കാൻ തുടങ്ങുന്നത്. കണ്ടോ, ഇവിടെ ഇങ്ങനെ പറ്റി പിടിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് സോഡിയം അയോൺ ആണ്, ശരിയല്ലേ? സോഡിയം അയോൺ ആണിത്. എവിടുന്നാ? മോൾട്ടൻ NaCl നിന്ന് ഉണ്ടായതാണ്, ശരിയല്ലേ? ഈ ഇലക്ട്രോണോ, 2 ഇലക്ട്രോൺ എവിടെയാ? ഇലക്ട്രോൺസ് എവിടുന്ന് കിട്ടിയതാ? ഇലക്ട്രോൺസ് ഫ്രം കാഥോഡ്. കണ്ടോ, കാഥോഡിൽ നിന്ന് ഇലക്ട്രോൺസ് 2 ഇലക്ട്രോൺസ് സോഡിയം അയോൺ 2 സോഡിയം അയോൺ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറി? ഇത് ന്യൂട്രൽ ആറ്റമായിട്ട് മാറി. ന്യൂട്രൽ ആറ്റമായിട്ടാണ് അവിടെ പോയി ഡെപ്പോസിറ്റ് ചെയ്തത്. ഓക്കെ ആണല്ലോ. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പൊ ഇവിടെ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണ് ഉണ്ടായത്. Here there is gain of electron. So reduction takes place. Gain of electron reduction ആണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനിയും ആനോഡിൽ എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. നെഗറ്റീവ്ലി ചാർജ്ഡ് അല്ലെങ്കിൽ നെഗറ്റീവ് chloride ion are attracted to anode. Anode പോസിറ്റീവ് ചാർജ് അല്ലേ? ആനോഡ് പോസിറ്റീവ് ഇലക്ട്രോഡ് ആണ്. അപ്പോൾ ഒരു കാര്യം ആലോചിക്കണം. The chloride ion gives electrons to anode. ആനോഡിന് ഇലക്ട്രോൺ കൊടുത്തു. മറ്റേത് ആ കാഥോഡിന്റെ ഇലക്ട്രോൺ വാങ്ങിച്ചിട്ടാണ് അവിടെ പോയി ഡെപ്പോസിറ്റ് ചെയ്തത്. ഇത് കൊടുത്തിട്ടാണ് അവിടെ പോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ആനോഡ് ആൻഡ് ഗെറ്റ്സ് oxidized to form chlorine gas. അപ്പം അറ്റ് ആനോഡിൽ എന്ത് സംഭവിക്കുന്നു? അറ്റ് ആനോഡിൽ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ അതുകൊണ്ട് ഈ വേർഡിങ് എഴുതേണ്ട ആവശ്യമില്ല, ഈ വേർഡിങ് എഴുതേണ്ട ആവശ്യമില്ല.
പകരം അറ്റ് കാഥോഡ് അറ്റ് ആനോഡ് എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ മാത്രം എഴുതിയാൽ മതി. മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് അറിയാമോ? ക്ലോറിൻ Cl മൈനസിന്റെ എന്താ ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ ശരിയല്ലേ? Cl287 ആണെങ്കിൽ Cl മൈനസ് എന്ന് പറയുമ്പോൾ 288 ആണ്. അപ്പൊ Cl മൈനസിന് Cl മൈനസ് ആയിട്ട് പറ്റി പിടിക്കാൻ പറ്റത്തില്ല, Cl ആവണം. അപ്പൊ എന്ത് ചെയ്യണം? ഒരു ഇലക്ട്രോണിനെ എന്ത് ചെയ്യണം? Cl മൈനസിനെ ഒരു ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിട്ട് Cl ആവും. പക്ഷെ ക്ലോറിൻ ഒരിക്കലും എലമെന്റൽ ഫോമിൽ നിൽക്കത്തില്ല, സോറി ആറ്റോമിക് ഫോമിൽ നിൽക്കത്തില്ല. ക്ലോറിൻ എപ്പോഴും മോളിക്കുലാർ ഫോമിലാണ് നിൽക്കുന്നത്. അപ്പൊ Cl2 ആയിട്ട് അവിടെ പോയി പറ്റി പിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം എന്നറിയാമോ? ആ മോൾട്ടൺ NaCl-നകത്തുനിന്ന് 2 ക്ലോറൈഡ് അയോൺ ആയിരിക്കും 2 ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിട്ട് Cl2 ആയിട്ട് അവിടെ പോയി പറ്റി പിടിക്കുന്നത്. ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഇവിടെ ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ് ഉണ്ടായത്. അപ്പൊ ഇവിടെ ഓക്സിഡേഷൻ. ഇവിടെ ഈ മൈനസിനെ ലാസ്റ്റ് അപ്പുറത്ത് കൊണ്ട് പ്ലസ് ആക്കി എഴുതണേ, അങ്ങനെയാണ് അതിന്റെ നിയമം. Cl മൈനസ് ഗീവ്സ് Cl2 പ്ലസ് 2 ഇലക്ട്രോൺ എന്ന് പറഞ്ഞ് എഴുതണം. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ എപ്പോഴും എന്താണ് റിഡക്ഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് ഇട്ട് എഴുതാൻ പാടുള്ളൂ എന്നൊരിതുണ്ട്. പക്ഷെ ലോസ് കാണിച്ചില്ലെങ്കിൽ, നെഗറ്റീവ് കാണിച്ചില്ലെങ്കിൽ എവിടെ ലോസ് ആയെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അത് കാണിച്ചത്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ക്ലോറിൻ 2 ക്ലോറൈഡ് അയോൺ 2 ഇലക്ട്രോണിനെ ആനോഡിൽ കൊടുത്തിട്ട് ക്ലോറിൻ മോളിക്കൂൾ ആയിട്ട് അവിടെ പോയിട്ട് ഇവിടെ പോയിട്ട് ക്ലോറിൻ മോളിക്കൂൾ ആയിട്ട് ഇവിടെ പറ്റിപ്പിടിച്ചു. ഇതാണ് അവിടെ സംഭവിച്ചത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അപ്പം ഹിയർ ലോസ് ഓഫ് ഇലക്ട്രോൺ ഈ പോസിറ്റീവ് കണ്ടിട്ട് ഗെയിൻ ആണെന്ന് വിചാരിക്കില്ലേ, ഇതാണ് ആക്ച്വലി റിയാക്ഷൻ കേട്ടോ. ഹിയർ ലോസ് ഓഫ് ഇലക്ട്രോൺ takes place hence oxidation. ഇനി അലൂമിനിയം ഓക്സൈഡിനെ എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യുന്നതെന്നും കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ സോഡിയത്തിൻ്റെയാ പറഞ്ഞത്. എക്സ്ട്രാക്ഷൻ ഓഫ് അലൂമിനിയം മെറ്റൽ. അത് ഈ പറഞ്ഞ പോലെ തന്നെ അലൂമിനിയം ഓക്സൈഡ് ആണ്. മോൾട്ടൺ സ്റ്റേറ്റിലുള്ള അലൂമിനിയം ഓക്സൈഡ് സോളിഡ് സ്റ്റേറ്റ് ആണ്. ഇത് മോൾട്ടൺ ആണ്. നേരത്തെ മോൾട്ടൺ NaCl എടുത്ത പോലെ തന്നെ മോൾട്ടൺ ആണ്. അത് ഇലക്ട്രോലിസിസ് നടത്തുന്നു. എന്തായിട്ട് മാറുന്നു? Al ആയിട്ടും O2 ആയിട്ടും മാറുന്നു. ബാലൻസ് ചെയ്യുന്നു. ഇത് Al2O3 ആണ്. ഇത് സോളിഡ് സ്റ്റേറ്റ് ആണ്. ഇത് എന്താണ് 4 എണ്ണം, ഇത് 3 എണ്ണം, ഇവിടെ 2. ബാലൻസ് ചെയ്യാം. ഇനി ഇത് അറ്റ് കാഥോഡ് ആനോഡ് എഴുതണം. അറ്റ് കാഥോഡിൽ എന്ത് സംഭവിക്കുന്നു? അറ്റ് കാഥോഡിൽ Al3+ എന്ത് ചെയ്യുന്നറിയാമോ? 3 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തിട്ട് Al ആയിട്ട് കാഥോഡിൽ പോയി പറ്റി പിടിക്കുന്നു. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ റിഡക്ഷൻ എഴുതാം. ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. അതേപോലെ തന്നെ അറ്റ് ആനോഡിൽ നമ്മുടെ O2 മൈനസ് ഉണ്ടല്ലോ, അതായത് O2 മൈനസ് 2 ഇലക്ട്രോണിനെ, അതായത് O2 മൈനസ് 2 ഇലക്ട്രോണിനെയാണ് ലൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ, അതായത് 2 O2 മൈനസ് 4 ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിട്ട് 2 O2 ആയിട്ട് അവിടെ പോയി പറ്റി പിടിക്കുക എന്നുള്ള കാര്യം ആലോചിക്കണം കേട്ടോ. 2 O2 അല്ല, O2 ആയിട്ട് O2. ഒരു ഓക്സിജൻ ആറ്റം 2 ഓക്സിജൻ ആറ്റം വരുമ്പോഴത്തേക്കും 4 ഇലക്ട്രോണിനെ ലൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിനെ എഴുതുമ്പോൾ ഞാൻ പറഞ്ഞു ഈ -4നെ ഇപ്പുറത്ത് കൊണ്ടുവച്ച് എഴുതണം. അപ്പൊ 2O2 മൈനസ് ഗീവ്സ് O2 പ്ലസ് 4 ഇലക്ട്രോൺ. ഇങ്ങനെ എഴുതണം. ഇത് എന്താണ്? ഇത് റിഡക്ഷൻ. ഇത് എന്താണ്? ഇത് ഓക്സിഡേഷൻ. ഗെയിൻ ഓഫ് അല്ല സോറി, ഓക്സിഡേഷൻ ലോസ് ഓഫ് ഇലക്ട്രോൺ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം.
ഒരു ഒറ്റ ടോപ്പിക്കൂടെ ഉള്ളൂ ഇതിനകത്ത്, റിഫൈനിങ്. അതായത് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഈ മെറ്റലുകളൊന്നും കംപ്ലീറ്റ്ലി പ്യുവർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെ ഒരു പ്യൂരിഫിക്കേഷൻ മെത്തേഡിലൂടെ ചെയ്യും. ഈ ഇലക്ട്രോളിസിസ് തന്നെയാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിഫൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് എഴുതി പഠിപ്പിക്കുകയാണ്. നോക്കിക്കോളൂ, റിഫൈനിങ്. റിഫൈനിങ് ലാസ്റ്റ് ടോപ്പിക്കാണ് റിഫൈനിങ്. അപ്പോൾ എഴുതുക, ദ പ്രോസസ് ഓഫ് പ്യൂരിഫൈങ് impure metal is called refining of metal. Metal produced by various reduction process are not very pure. They contain impurities which must be removed to obtain pure metal. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇലക്ട്രോലിറ്റിക് റിഫൈൻ ആണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് and most widely used method to refine impure metal is electrolytic refining. ഇതും മറ്റേ ഇലക്ട്രോളിസിസ് വഴിയാണ്. നമ്മൾ ഒരു എന്തെടുക്കുന്നു, നമ്മളൊരു ഇലക്ട്രോലിറ്റിക് ചേമ്പർ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് ഇലക്ട്രോലിറ്റിക് സൊല്യൂഷൻ ആണ് നോക്കിയത്. നമ്മൾ നേരത്തെ NaCl-ഉം Al2O3 ഒക്കെ ആയിരുന്നു നമ്മൾ എടുത്തത്. ഇവിടെ ഞാൻ കോപ്പറിനെയാണ് ഇത് ആക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുന്നു, CuSO4 സൊല്യൂഷൻ എടുക്കുന്നു. നമ്മൾ ഏതിനെയാണോ പ്യൂരിഫൈ ചെയ്യേണ്ടത് അതിന്റെ സോൾട്ട് ഉള്ള അല്ലെ അതിന്റെ അയോൺ ഉള്ള സോൾട്ട് സൊല്യൂഷൻ തന്നെ എടുക്കണേ. അപ്പം ഞാൻ CuSO4 എടുക്കുന്നു. അതിനകത്തോട്ട് ആനോഡായിട്ട് ഇംപ്യൂർ കോപ്പറും കാഥോഡായിട്ട് ഒരു പ്യുവർ കോപ്പറും ആഡ് ചെയ്യുന്നു. അതായത് ഇത് ആനോഡാണ്, ഇത് കാഥോഡാണ്, ഇത് ഇംപ്യൂർ ആണ്, ഇത് ഇംപ്യൂർ കോപ്പറാണ്, ഇത് പ്യുവർ കോപ്പറാണ്. എന്നിട്ട് ഇത് ആനോഡാന്ന് പറയാൻ കാരണം ഇത് ഞാൻ ബാറ്ററിയുടെ പോസിറ്റീവിലും മറ്റേത് എന്താണ് ബാറ്ററിയുടെ നെഗറ്റീവിലുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ബാറ്ററിയുടെ പോസിറ്റീവ് കണക്ട് ചെയ്തുകൊണ്ടാണ് ഇതിന് പോസിറ്റീവ് വന്നു, ബാറ്ററി നെഗറ്റീവ് കണക്ട് ചെയ്തിരിക്കുന്നുണ്ട് ഇതിന് നെഗറ്റീവ് വന്നു. ഓക്കെ, ഈ കീ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇതുവഴി കറണ്ട് എന്ത് ചെയ്യും, ഇതുവഴി എന്താ സംഭവിക്കുന്നറിയോ, ഇതിനകത്തും ഇംപ്യൂർ കോപ്പറിനകത്ത് ഫുൾ കോപ്പർ ആറ്റമാണ്. അതായത് ഇതിനകത്ത് ഫുൾ കോപ്പർ ആറ്റമാണ്, Cu ആണ്. ഇതിനകത്തും കോപ്പറാണ്, ഇത് ഇംപ്യൂർ കോപ്പർ. അപ്പൊ എന്താ സംഭവിക്കുന്നറിയോ, ഇവിടെ ഈ കോപ്പർ ഉണ്ടല്ലോ, ഈ ആനോഡിനകത്തുള്ള കോപ്പർ എന്ത് ചെയ്യുന്നറിയാമോ, കറണ്ട് കടത്തി വിടുമ്പോഴത്തേക്കും ഇങ്ങോട്ടേക്ക് അലിഞ്ഞു തുടങ്ങും. അതായത് ഈ Cu 2 ഇലക്ട്രോണെ ലൂസ് ചെയ്തിട്ട് Cu2+ അയോൺ ആയിട്ട് ഇതിനകത്തോട്ട് അലിഞ്ഞു തുടങ്ങും. അതേസമയം ഈ CuSO4 Cu2+ ആയിട്ടും SO4 2- ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, ഈ Cu2+ ഈ സൊല്യൂഷനകത്ത് കിടക്കുന്ന Cu2+ നേരെ ഈ കാഥോഡ് പ്യുവർ കോപ്പറാ, അതിന്റെ സർഫസിൽ പോയിട്ട് ആ കാഥോഡിൽ ഇലക്ട്രോൺസ് ഒത്തിരി ഉണ്ടല്ലോ, ആ ഇലക്ട്രോൺസ് ഈ 2 എണ്ണം മേടിച്ചിട്ട് ഇവിടെ പോയിട്ട് ഇങ്ങനെ പറ്റി പിടിക്കാൻ തുടങ്ങും. അപ്പം ഈ സൊല്യൂഷനകത്തുള്ള Cu2+ അല്ലേ ഇവിടെ പോയി പറ്റി പിടിക്കുമ്പോൾ സൊല്യൂഷനകത്തെ Cu2+ തീരത്തില്ലേ, ആ തീരുന്നതിനനുസരിച്ച് ഈ മോളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സപ്ലൈ ചെയ്ത് തുടങ്ങും. ഓക്കെ ആണല്ലോ. ഇതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്, ആ ഇമ്പ്യൂരിറ്റീസ് ഈ കോപ്പർ എല്ലാം അതിനകത്ത് ഡിസോൾവ് ആയി കഴിഞ്ഞാൽ ബാക്കി ഇമ്പ്യൂരിറ്റീസ് ആണ്, അത് ഇവിടെ താഴെ ആനോഡ് മഡായിട്ട് കിടക്കും, ഇവിടെ കിടക്കും. ഓക്കെ ആണല്ലോ. ഇതിന്റെ ഒരു റിയാക്ഷൻ കൂടെ എഴുതിയിട്ട് ഞാൻ നിർത്തിയേക്കാം. ഞാൻ അടുത്ത ദിവസം ഇത് ഒന്നുകൂടെ വേണം പറഞ്ഞുതരാം ഈ ലാസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഇത് എഴുതിക്കോ, അറ്റ് കാഥോഡ് Cu2+ എന്ത് ചെയ്യുന്നു, 2 ഇലക്ട്രോണിനെ വാങ്ങിച്ചിട്ട് Cu ആയിട്ട് മാറുന്നു. ആനോഡിൽ എന്ത് സംഭവിക്കുന്നു, Cu 2 ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിട്ട് Cu2+ ആയിട്ട് അലിയുന്നു. ശരിയല്ലേ? ഓക്കെ, അതിനെ നമ്മൾ മൈനസ് ഇട്ട് എഴുതാൻ പാടില്ല, പകരം എന്ത് ചെയ്യുന്നു, Cu2+ + 2 ഇലക്ട്രോൺ എഴുതുന്നു. ഓക്കെ, ഇവിടെ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ നടന്നു,
ഗെയിൻ ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ റിഡക്ഷൻ ആണ്. ഇവിടെ ലോസ് ഓഫ് ഇലക്ട്രോൺ നടന്നു, അതുകൊണ്ട് തന്നെ ഇത് ഓക്സിഡേഷൻ. ഇത് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. എനിക്ക് അടുത്തൊരു ക്ലാസ് തുടങ്ങാറായി, അതുകൊണ്ട് ഇത് ഇത്ര എഴുതിക്കും. അതായത് നേരത്തെ ഇലക്ട്രോളിസിസും ഇപ്പോഴത്തെ ഇലക്ട്രോളിസിസും ഡിഫറൻസ് ഉണ്ട്. നേരത്തെ ഇലക്ട്രോളിസിസിനകത്തെ ഇലക്ട്രോഡുകൾ റിയാക്ഷനിൽ പങ്കെടുക്കത്തില്ലായിരുന്നു. പക്ഷെ ഇവിടത്തെ അത് ഇനേർട്ട് ഇലക്ട്രോഡ് ആയിരുന്നു. പക്ഷെ ഇവിടെ ആക്റ്റീവ് ഇലക്ട്രോഡാണ്. ഇമ്പ്യൂർ കോപ്പറും പ്യൂർ കോപ്പറും അത് രണ്ടും റിയാക്ഷനിൽ പങ്കെടുത്തു. കാരണം ഒരു കോപ്പർ അലിയുകയും ചെയ്തു, മറ്റേ കോപ്പർ എന്ത് ചെയ്യുന്നു, അവിടെ പോയി ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്തു. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സർഫസിലാണ് എല്ലാം കോട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അവിടെ അലിഞ്ഞൊന്നും ഇല്ലായിരുന്നു, മനസ്സിലായോ? ആനോഡും കാഥോഡും അവിടെ റിയാക്ഷനിൽ സർഫസ് വിട്ടു കൊടുത്തതേ ഉള്ളൂ, പങ്കെടുത്തില്ല. പക്ഷെ ഇവിടെ ഈ ആനോഡ് മൊത്തം അലിഞ്ഞ് ഈ സൊല്യൂഷനകത്തോട്ട് വന്നു കഴിഞ്ഞു. അപ്പൊ ഇത്രയുമേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.